ഭൂതത്തിനെങ്ങാനും കണ്ടുപിടിച്ചാ എനിക്ക് പണിയാവൂലോ. പെട്ടെന്ന് തന്നെ അവളെ കണ്ടുപിടിക്കണം. പിന്നെ കാണാടാ, ഒരു കേസ് അന്വേഷിക്കാനുണ്ട്. ഓ, അതെന്നാ കേസാ? അവളുടെ മണം ഇവിടെയൊക്കെ ഉണ്ടല്ലോ. അവൻ വലിയൊരു കേസന്വേഷണക്കാരൻ. ഇവൻ ആരെ പിടിക്കാൻ പോയതാ? ഇനി സുകുമാരക്കുറുപ്പിനെ വല്ലതും പിടിക്കാൻ പോയതാണോ? ഞാനും പോയി അങ്ങ് അന്വേഷിക്കാൻ പോവാ. അല്ല പോണോ? നടന്നു മടുക്കും. അല്ല പോയി നോക്കാം. ഈ പൂച്ചക്കുട്ടനെന്നാ സ്വന്തമാവാ? ഇതിലൊക്കെ വന്നിട്ടുണ്ടല്ലോ. വിടില്ല ഞാൻ. ഞാനും വിടത്തില്ലടാ. എടാ പാപ്പി, നിനക്കൊരു അസിസ്റ്റന്റിനെ വേണ്ടേ? ഞാൻ വരാം. ഓഹോ, നീയും വന്നാ മണം പിടിച്ച? പിന്നെ നീ ഇത്ര കാര്യമായിട്ട് എന്തോ അന്വേഷിക്കുമ്പോൾ ഇതെന്തോ വലിയ പ്രമാദമായിട്ടുള്ള ഒരു കേസാണെന്ന് എനിക്ക് തോന്നി. അപ്പൊ ബുദ്ധിപരമായിട്ടുള്ള എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ഞാൻ വരണ്ടേ? അതാ വന്നേ. എടാ, ഞാൻ ഇത്ര നടന്നപ്പോ തന്നെ ക്ഷീണിച്ചല്ലോടാ. ഞാനേ ഇവിടെ കിടന്നോണ്ട് നിന്നെ അസിസ്റ്റ് ചെയ്യാം. എന്നെ കണ്ടുപിടിക്കണ്ടെന്ന് പറഞ്ഞാൽ മതി. ഇതിലെങ്ങാനും വന്നാൽ ഞാൻ സിഗ്നൽ തന്നേക്കാം. നീ അന്വേഷിച്ചോ. ആയിക്കോട്ടെ. പൂച്ചക്കുട്ടന് ക്ഷീണമാവാ. എന്നാ നീ ഇവിടെ കിടക്ക. എന്നെ ഒരു സസ്പീഷ്യസ് ആയിട്ടുള്ള ഒച്ച കേട്ടാ എന്നോട് വന്ന് പറഞ്ഞാ മതി. ഇതാണോ സസ്പീഷ്യസിന്റെ ഒച്ച? എടാ പപ്പി, എവിടെയാടാ? നീ എന്നെ ഒച്ച കേട്ടെന്നാ ഈ പറയുന്നത്? ഇവിടെ ഒന്നും ഇല്ലല്ലോ. മിണ്ടാതെ. എടാ, അവിടെ ഏതാണ്ടുണ്ട്. നീ പറഞ്ഞ സതീഷ് അവിടെ ആയിരിക്കും. സതീഷോ? ഏത് സതീഷ്? നീല പറഞ്ഞ സതീഷിനെ എന്തെത്തുന്നെന്ന്. എടാ മാങ്ങാത്തലയാ നീ എന്നെ ഈ പറയുന്നേ? ഒച്ച കേട്ടില്ല മണ്ട. നീ അവിടെ ഇരിക്കും, ഞാൻ പോയി നോക്കാം. പേടിച്ചു തോറി. എന്തായാലും ഇവിടെ ഒന്ന് മാർക്ക് ചെയ്തേക്കാം. അടിയിട്ടി ഓടി വരുമ്പം വഴി തെറ്റണ്ട. എന്നതാണോ അവിടെ? എടാ മണക്കൂസേ, സാധനം കണ്ടുപിടിക്കണോന്ന് നീ മര്യാദയ്ക്ക് വാ. എടാ, അതിന് ഞാൻ നോക്കുന്നത് നിന്നോട് പറഞ്ഞില്ലല്ലോ. അപ്പുറത്തോട്ടോ. എടാ പയ്യെ പോ. എന്നതാ? നോക്ക്. ഞാൻ അതുവഴി ഇതുവഴി പോയപ്പോ നിങ്ങള് ചെറിഞ്ഞു. അടിപൊളി, അവന്റെ ഒരു കണ്ടുപിടുത്തം. ഒന്ന് പോടാ. ഞാൻ ഓർത്തു നീ പറഞ്ഞ സുമേഷായിരിക്കുന്നു. അല്ലല്ലോ, അവന്റെ വരവും നിപ്പൊക്കെ കണ്ടു കഴിഞ്ഞാ ഏതാണ്ട് സുകുമാരക്കുറുപ്പിനെ പിടിക്കാൻ വന്ന് നിൽക്കുവാന്ന് തോന്നും. കഴുതാ. എടാ പപ്പി, ഒരബദ്ധമൊക്കെ ഏത് പോലീസുകാർക്കും പറ്റും. നിന്നെ കൂടെ വല്ലത്തിനും കൊള്ളാവോ? നീ ഇങ്ങനെ എന്നെ നിരുത്സാഹപ്പെടുത്തരുത്. നിനക്ക് ഈ തെണ്ടാമ്പോക്ക് തന്നെയാ പറഞ്ഞിട്ടുള്ളൂ. നീ വല്ല CID ആണെന്ന് പറഞ്ഞാൽ അഹങ്കരിക്കൊന്നും വേണ്ടടാ. മുകളിലിരുന്ന് എല്ലാം ഒരാൾ കേൾക്കുന്നുണ്ടെന്ന് നീ ഓർത്തോ? മുകളിലിരുന്ന് ഒരാളല്ല 3 പേര് കേട്ടാലും എനിക്കൊരു ചുക്കുമില്ലടാ കഴുത കുഞ്ഞെ. ഓ മൈ ഗോഡ്. എടാ, നമ്മൾ 3 പേര് ഉണ്ടെന്ന് അവന്മാരെ മനസ്സിലാക്കി കഴിഞ്ഞു. അവന്റെ ഒരു വേഷം കെട്ട്. നിനക്കൊന്നും ഒരു പടിയില്ലേ? ഇവനോടൊക്കെ പറഞ്ഞ എന്നോട് പറഞ്ഞാ മതി. ഇവന്മാര് CIDകളാ. ഒന്നാമത് നിപ്പിയാന്നും പറഞ്ഞുകൊണ്ട് പുറത്തിറങ്ങത്തില്ല. നിന്നോടൊക്കെ ഞാൻ പറഞ്ഞതല്ലേ രാത്രിയായിട്ട് ഇങ്ങോട്ട് പോന്നാ മതിയെന്ന്. ഇവന്മാരെങ്ങാനും മറ്റേ ടീമിനോട് വിളിച്ചു പറഞ്ഞ നിപ്പിയുണ്ടോന്ന് ടെസ്റ്റ് ചെയ്യാൻ നമ്മളെയും പിടിച്ചോണ്ട് പോകും. എന്നതാടാ ചെയ്യുന്നേ? ഇവന്മാരൊക്കെ കാരണം ബാക്കിയുള്ളവന് തലയും കുത്തി നിന്ന് അല്പം ഫുഡ് കഴിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ എന്റെ മൊബൈൽ ഭഗവാനെ. ഞാൻ പറയുകയാണെങ്കിൽ നമുക്കങ്ങ് കീഴടങ്ങാം. അത് ഭയങ്കര ബുദ്ധിയായി പോയല്ലോ. ഒന്ന് പോടാ അവിടുന്ന്. ഞാൻ എന്തായാലും ഒന്ന് മുട്ടി നോക്കട്ടെ.
ശരി അവിടെ അല്ലേ അതേ മുകളില്. സാറന്മാരെ നിങ്ങൾ സിഐഡികളാണല്ലേ? അതെ അതെ, ഞാൻ സിഐഡി പപ്പിക്കുട്ടൻ. ഞാൻ സിഐഡി പൂച്ചു. സിഐഡിയോ? ആരുടെ സിഐഡി? ഇവൻ ചുമ്മാ മെറ്റില് പിടിക്കാൻ വേണ്ടി എന്റെ കൂടെ വന്നു. എടാ പാപ്പേ, നാട്ടിക്കല്ല മറ്റുള്ളവരുടെ മുമ്പ് നാട്ടിക്കല്ല പ്ലീസ്. അപ്രന്റീസ് ആയിട്ട് കൂട്ടിയാ മതി. അതെ ഞാൻ സിഐഡി അപ്രന്റീസ് പൂച്ചക്കുട്ടൻ. അല്ല, നിങ്ങൾ എന്നെ ഈ തലകുത്തി ഞാൻ കിടക്കുന്നേ? നേരെ നടന്ന് നിലത്തോട് നടന്നു വല്ല പഴമൊക്കെ തിന്നാൻ പോരെ? ഈ തലകുത്തി തന്നെ കിടക്കണോ? അത് പിന്നെ ഓരോരോ കീഴ്വഴക്കങ്ങളാകുമ്പോഴേ പൂച്ച സിഐഡി, ഞങ്ങളിവിടെ വന്ന് ഈ പഴം ഇങ്ങനെ തിന്നുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഞങ്ങൾക്ക് നിപ്പിയൊന്നുമില്ല, ഞങ്ങൾക്ക് 2 വാക്സിനും കഴിഞ്ഞതാ. അല്ല സാറന്മാര് ഞങ്ങളെ തപ്പി ഇറങ്ങിയതാണോ? അതല്ല, ഞങ്ങളുടെ ഒരു പൂച്ചക്കുട്ടി ഒരു തലതെറിച്ച സാധനം, അതിന്റെ മിസ്സിംഗ് കേസ് അന്വേഷിക്കുക. അവളെ തപ്പിയാണോ നീ നടന്നോണ്ടിരുന്നേ? ഞാൻ ഓർത്തു എന്തിനാടാ പോയ പണി പിന്നെയും വിളിച്ചു വരുത്തുന്നേ. ഞാൻ പോയി കിടന്നുറങ്ങാൻ പോവാ, നീ തന്നെ അന്വേഷിച്ചോണ്ടാ മതി. പൂച്ചക്കുഞ്ഞ് താഴോട്ട് പോണ ഞാൻ മിനിയാന്ന് കണ്ടായിരുന്നു. ആ മരത്തിന്റെ ചോട്ടിൽ കാണും. ഓ അതെയോ? താങ്ക് യു ഫോർ യുവർ ഇൻഫർമേഷൻ. വീണ്ടും കാണാം. ടാറ്റാ. എന്നാ ശരി, ഞങ്ങൾ ചുമ്മാ പേടിച്ചു പോയി. എടാ നോക്കിയടാ, ആ പപ്പി സിയുടെ മുഖം കണ്ടോ? നമ്മുടെ അതേ ചായയല്ലേ? ഓഹോ, അപ്പൊ അവള് പൂതത്താൻ്റെ അടുത്ത് തന്നെയുണ്ട്. എനിക്കിട്ടുള്ള എന്തോ പണിയാ, ഇപ്പൊ തന്നെ പോയി നോക്കണം. ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. എടി മാവു, എടാ പൂതത്താനെ, രണ്ടുപേരും കൂടി ഇങ്ങോട്ട് ഇറങ്ങി വന്നേ. ആഹാ, അവള് തന്നെ തുറന്നു വിട്ടെന്നും താൻ എനിക്കിട്ട് പണിയാനിരിക്കുവെന്നും എനിക്കറിയാം. ഇങ്ങോട്ട് ഇറങ്ങി വാടോ. എടാ പപ്പിക്കുട്ടാ, നീ വന്നല്ലേ? ആ വന്നു. എന്തിയാ കുരിപ്പ്? നിങ്ങൾ തുറന്നു വിട്ടിട്ട് അവളെ എന്നാ പറഞ്ഞേ? എന്നെ തവളയാക്കാനായിരിക്കും. എടാ നീ ചൂടാകാതെ, നീ അന്വേഷിച്ചു വന്നത് എന്നെ തന്നെയാണ്. എന്നാ പറഞ്ഞാലും ആദ്യത്തെ ഈ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റിയല്ലേ? അല്ല, ആ പെണ്ണെന്തിയേ? നിനക്കിതുവരെ കാര്യം മനസ്സിലായില്ലേ? എടാ മണക്കൂസേ, ഞാൻ തന്നെയാണ് വേഷം മാറി മ്യാവുമായി നിന്റെ വീട്ടിൽ വന്നത്. ചുമയാടാവേ. നിങ്ങളോ? അപ്പൊ നിങ്ങളെ ആര് തുറന്നു വിട്ടു? ശരിക്കുള്ള മാവ് എവിടെ? അല്ലെങ്കിൽ വേണ്ട. എടാ, ഞാൻ ഈ മരത്തിൽ വർഷങ്ങളായി കുടിയിരിക്കുന്ന ഒരു ചാത്തനാണ്. നിന്റെ വീട്ടിലെ കളിയും ചിരിയും തമാശയും നീയും ചേട്ടായും തമ്മിലുള്ള സ്നേഹവും ഒക്കെ കണ്ടപ്പോൾ എനിക്കും തോന്നി നിങ്ങളുടെ കൂട്ടത്തിൽ കൂടണമെന്ന്. അങ്ങനെ ഞാനൊരു തട്ടിപ്പ് നടത്തിയതല്ലേ ഈ കുപ്പിക്കഥയും മ്യാവുവിന്റെ കാര്യമൊക്കെ. അതെയോ? എന്നാ പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ സ്ഥിരമായിട്ട് അങ്ങ് കൂടാമല്ലേ? എന്നെ മാന്താതിരുന്നാ മതി. മ്യാവുമായിട്ട് തന്നെ ഇങ്ങ് പോരെ. ഞാൻ സ്വീകരിച്ച രൂപമുള്ള മ്യാവു അതിന്റെ യഥാർത്ഥ ഉടമസ്ഥന്റെ കൂടെ തന്നെ ഉണ്ട്. എനിക്കിപ്പോൾ പോകാൻ സമയമായടാ. ഉടനെ ഇങ്ങ് തിരിച്ചു വരാൻ കഴിയുമോ എന്നെനിക്കറിയില്ല. പോയേ പറ്റുകയുള്ളൂ. അതിനു മുമ്പ് നിങ്ങളുടെ കൂട്ടത്തിൽ 2-3 ദിവസം സന്തോഷകരമായി ചെലവഴിക്കണമെന്ന് തോന്നി. അങ്ങനെ ഒരു ഗസ്റ്റ് റോളിൽ വന്നതാണ് ഞാൻ. അയ്യോ, അപ്പം മൈഡിയ കുട്ടിച്ചാത്തന്റെ ക്ലൈമാക്സ് പോലെ നിങ്ങൾ ഇപ്പൊ പറന്നു പോവാൻ പോവാണോ? പോവണ്ടെന്നേ, പോവണ്ടായിരുന്നു. എനിക്കും ആഗ്രഹമുണ്ട് പപ്പി. നിങ്ങളുടെ ഈ തമാശകൾ കണ്ട് മതിയായില്ല. നിങ്ങളുടെ ഈ സ്നേഹം അനുഭവിച്ച് എനിക്ക് കൊതി തീർന്നില്ല. പക്ഷേ എൻ്റെ സമയമായി. എല്ലാവർക്കും എല്ലാത്തിനും ഈ പ്രപഞ്ചത്തിൽ നിശ്ചിതമായിട്ടുള്ളൊരു സമയമുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ പോവുകയാണ്. പക്ഷേ എപ്പോഴെങ്കിലും ഞാൻ തിരിച്ചു വരും, മറ്റേതെങ്കിലും ഒരു രൂപത്തിൽ. പിന്നെ നീ സങ്കടപ്പെടണ്ട കേട്ടോ. മ്യാവുവിൻ്റെ വിടവ് നികത്താൻ ഞാൻ പുതിയ ഒരാളെ തരാം നിനക്ക്.
യഥാർത്ഥ ഒരു പൂച്ചക്കുട്ടി. എന്റെ അമ്മ, ഇനി ഒരു പൂച്ചക്കുട്ടിയോ? വേണ്ടേ. പപ്പി വാടാ. ഓടി 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 ഓടി. ഇങ്ങോട്ട് വാ. പോ, മുന്നോട്ട് പോക്കോ. ഓക്കെ, ഓടി 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 ഓടി.